നമ്മുടെ വീടിന്റെ ലിവിംഗ് റൂമും ബെഡ്റൂമും അടുക്കളയും വൃത്തിയായിട്ടിരുന്നാൽ തന്നെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യവും ഭംഗിയുമായിരിക്കും അല്ലെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ, കുറച്ച് കാര്യങ്ങൾ, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിന്ന് പറയാമേ. ആദ്യമേ തന്നെ ലിവിംഗ് റൂമിൽ നിന്ന് തുടങ്ങാം. വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലേക്കായിരിക്കുമല്ലോ. അപ്പം ഒരു സെറ്റി അല്ലെങ്കിൽ സോഫ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മുടെ ലിവിംഗ് റൂമിൽ. അപ്പൊ അതിന്റെ മേളിൽ നമ്മൾ വിരിച്ചിരുന്ന കവർ ഉണ്ടല്ലോ, അതിങ്ങനെ മുഷിയുന്നതിന് മുമ്പ് തന്നെ അത് ചേഞ്ച് ചെയ്യണം. അതിനകത്ത് പൊടിയോ കാര്യങ്ങളോ അഴുക്കൊക്കെ പറ്റുന്നതിന് മുമ്പ് തന്നെ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കുന്നത് ഈ ദിവാങ്കോട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സെറ്റി ഇങ്ങനെയുള്ളൊക്കെ വന്നിരുന്നിട്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കവർ അപ്പൊ തന്നെ നന്നായിട്ട് ടക്ക് ചെയ്ത് വൃത്തിയായിട്ട് വിരിച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, അത് അവിടെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പെട്ടെന്നായിരിക്കും ആരെങ്കിലും ഗസ്റ്റ് കയറി വരുന്നത്. അപ്പൊ അതാകെ അലങ്കോലായിട്ട് കിടക്കുമ്പോൾ അവിടെ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ചീത്ത ഇമേജ് വരും. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിപ്പോ നമ്മൾ കുട്ടികളെ കൊണ്ടായാലും കുട്ടികളൊക്കെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴായാലും അവരോട് അതൊന്ന് ടക്ക് ചെയ്ത് മര്യാദയ്ക്ക് വൃത്തിയാക്കി വെക്കാൻ പറയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റിലെ തന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് ടക്ക് ചെയ്ത് പില്ലോസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ ബ്ലാങ്കറ്റും മടക്കി വെക്കണം. മടക്കി സൈഡിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ താഴെയായിട്ട് എവിടെയെങ്കിലും ഒതുക്കി ഒന്ന് വെക്കണം. ഇത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. അത്യാവശ്യം അറിവായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലായ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ജോലിഭാരവും കുറവുണ്ടാവും. അവർ ഇതൊക്കെ ശീലിക്കുന്നതും വളരെ നല്ലതാണ്. വലുതാവുമ്പോഴും അവരത് ഫോളോ ചെയ്ത് പൊക്കോളും. അപ്പൊ അവർക്കും അത് ഒരുപാട് ഹെൽപ്പാവും, നമുക്കും അത് ഹെൽപ്പാവും. നമ്മൾ ഓരോ മുറിയിലും പോയിട്ട് ചെയ്യേണ്ടി വരില്ല. അപ്പൊ എല്ലാ റൂമും വൃത്തിയായിട്ട് കിടന്നു. അപ്പൊ അത് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിന്റെ വിൻഡോസ്, അതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ അതൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ എല്ലാ വീടുകളിലും AC-യും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാതിലും അടച്ച് വെന്റിലേഷൻസും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിങ്ങനെ ഫുൾ ടൈം രാത്രി അടഞ്ഞു കിടന്നു കഴിയുമ്പം രാവിലെ ഒരു ഫ്രഷ് എയർ കയറേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ രാവിലെ ആ ഫുൾ ഇങ്ങനെ അടഞ്ഞു കിടന്നിട്ട് രാവിലെ അത് തുറന്നിടുമ്പോൾ നല്ലൊരു ഫ്രഷ് എയറും കയറും, ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇത് തുറന്നിടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ ആ ജനല് തുറന്നിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ ഈ വിൻഡോയിൽ ഇതുപോലെ നെറ്റ് അടിക്കുന്നത് നല്ലതാണ്. മറ്റേ മോസ്കിറ്റോ നെറ്റ് അത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. മോസ്കിറ്റോസും വരില്ല, അതുപോലെ തന്നെ ഇഴജന്തുക്കളോ അങ്ങനെയൊന്നും വരില്ല. നമ്മളതിങ്ങനെ കുറെ സമയം തുറന്നിട്ടാലും പുറത്തുനിന്നുള്ളൊന്നും റൂമിലേക്ക് കയറാണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോസ്കിറ്റോ നെറ്റ് അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും തുണികൾ വാഷ് ചെയ്തുകൊണ്ട് വന്ന തുണികൾ കൂട്ടിയിടരുത്. അത് ഡെയിലി അതാത് ദിവസം തന്നെ അത് മടക്കി കബോർഡ്സിൽ എടുത്ത് വെക്കണം. അതിങ്ങനെ നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ജോലിഭാരം കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ കുന്നുകൂടി ഒരു കട്ടിലിലോ അല്ലെങ്കിൽ ഒരു കസേരയുടെ പുറത്തോ ഇതിങ്ങനെ കുന്നുകൂടി കിടക്കും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര അരോചകമായിരിക്കും, ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡെയിലി നമ്മൾ വാഷ് ചെയ്തുകൊണ്ട് വരുന്ന തുണികൾ ഡെയിലി തന്നെ നമ്മൾ മടക്കി കബോർഡ്സിലെടുത്ത് ഒതുക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തുണി ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ആ ഒരു ഭാഗം ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ വാഷ് ചെയ്യാനുള്ള തുണികൾ ഒരിക്കലും ബെഡ്റൂമിൽ സൂക്ഷിക്കരുത്. നമ്മൾ ഒരു ലോണ്ടറി ബാഗ് വാങ്ങി അതിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കണം. അത് പറ്റുമെങ്കിൽ ബെഡ്റൂമിൽ വെക്കാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. പുറത്തെവിടെയെങ്കിലും നമ്മുടെ വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ പുറത്തായാലും അധികം വെയിറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തായാലും നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വെക്കുക. വിയർപ്പൊക്കെ ഉള്ള തുണികളായിരിക്കുമല്ലോ നമ്മൾ എന്തായാലും വാഷ് ചെയ്യാനായിട്ട് ഇടുന്നത്. അപ്പൊ നമ്മളത് ബെഡ്റൂമിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മുടെ മുറിക്കകത്ത്. എന്തായാലും നമ്മൾ രാത്രിയിലൊക്കെ ഡോറൊക്കെ അടച്ചിട്ടിട്ട് കിടന്നു കഴിയുമ്പോൾ ഒരു ഭയങ്കര ബാഡ് സ്മെൽ ഉണ്ടാവും. അതിപ്പോ നമ്മൾ റൂമിൽ സ്റ്റാൻഡിലൊക്കെ ഹാങ് ചെയ്തിട്ടാലോ ഇപ്പൊ ഈ ലോണ്ടറി ബാഗ് തന്നെ നമ്മൾ റൂമിൽ വെച്ചിട്ട് കിടന്നാലും നമുക്ക് ആ ഒരു സ്മെല്ല് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് പുറത്തു കൊണ്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കുട്ടികളുടെ റൂമിൽ സ്റ്റഡി ടേബിളിന്റെ ഒക്കെ അടുത്തായിട്ട് അടിയിലോ വല്ലോ ആയിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പൊ അവര് ഈ പഠിക്കുന്നതിനിടയ്ക്കുള്ള പേപ്പറുകളും വേസ്റ്റുകളും പിന്നെ പെൻസിലിന്റെ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ വരുമല്ലോ, പെൻസിൽ ഷാർപ്പൺ ചെയ്യണതൊക്കെ, അപ്പൊ അതൊക്കെ അവർ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടോളും. അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വീട്ടിലെ ഫ്ലോറിലൊക്കെ ഇങ്ങനെ വലിച്ചു വരിയിടുമല്ലോ. അപ്പൊ അത് ഒന്ന് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ, അത് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി ഇടണം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കരുത്. എപ്പോഴും വൃത്തിയാക്കി ഇടുക. ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ ഉപയോഗിക്കുന്ന ലോഷൻ വളരെ നല്ലതാണ്. നമ്മുടെ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് മെഴുക്കൊക്കെ പെട്ടെന്ന് പൊയ്ക്കോളും. അതിപ്പോ ഡൈനിങ് ടേബിളും നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ലോഷൻ ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പൊ അതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം.
പിന്നെ എന്തെങ്കിലും ഫ്ലവർ വൈസ് ഒക്കെ ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വെക്കാണ്ട് വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത് നമ്മുടെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും വേണ്ടത് കിച്ചന്റെ കൗണ്ടർ ടോപ്പ്. അത് ഫസ്റ്റിൽ തന്നെ അത് എംറ്റി ആക്കി ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു സാധനങ്ങളും വലിച്ചു വാരി കൗണ്ടർ ടോപ്പിൽ ഇടരുത്. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് മാറ്റിയേക്കണം. അപ്പൊ പിന്നെ പെട്ടെന്ന് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന നമ്മുടെ കൗണ്ടർ ടോപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് നീറ്റായിട്ട് കിടന്നാൽ തന്നെ കിച്ചണിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ക്ലീനിങ്ങിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനകത്ത് ഞാൻ കിച്ചൺ എങ്ങനെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിച്ചണിന്റെ മാത്രമായിട്ടുള്ള ക്ലീനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കിച്ചണിന്റെ മാത്രമായിട്ട് കാണേണ്ടവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ അടുത്തത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗവും വൃത്തിയാക്കിയിടുക. വൃത്തിയുള്ള ഒരു അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുക്കളയിൽ. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിടുക. ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ പാർട്സും ക്ലീൻ ചെയ്യണം കേട്ടോ. അതിന്റെ ഓരോ പാർട്സും ഊരി എല്ലായിടവും നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ ഉപയോഗിച്ച ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് അടിപൊളിയാണ്. അത് ഉപയോഗിച്ച് തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ എണ്ണ മെഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ലിക്വിഡ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ്ങും കിട്ടും. ഈ ഗ്ലാസ്സിനൊക്കെ നല്ലൊരു തിളക്കവും കിട്ടും. ഇതിനൊരു നല്ല സ്മെല്ലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അടുക്കളയിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റവിന്റെ ചുറ്റിനുമുള്ള ഭിത്തി, അതിന്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗ്യാസിന്റെ അടിഭാഗവും ഗ്യാസ് പൊക്കിയിട്ട് അതിന്റെ അടിഭാഗത്തും ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും കുക്ക് ചെയ്യുന്നതിന്റെ അംശങ്ങളൊക്കെ അതിലേക്ക് തെറിച്ചിരിക്കുന്നുണ്ടാവും. അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഡെയിലി തുടച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ ഈ സ്വിച്ചുകൾ, ഈ ഗ്യാസിന്റെ സ്വിച്ച് വരുന്നുണ്ടല്ലോ, ഓണും ഓഫും വരുന്ന, അത് എല്ലാം തുടച്ചു കൊടുക്കണം. നമ്മൾ കൈകൊണ്ട് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ പിടിക്കുമ്പം എന്തെങ്കിലുമൊക്കെ എണ്ണയുടെ അംശവും ഒക്കെ അതിൽ പറ്റിയിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് തുടച്ച് നല്ല നീറ്റ് ആക്കിയിടണം കേട്ടോ. അടുത്തത് സിങ്ക്. അതും നമ്മൾ കുക്കിംഗ് കഴിയുന്നതിന്റെ അനുസരിച്ച് പാത്രങ്ങൾ കഴുകി മാക്സിമം എംറ്റി ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. കുന്നുകൂട്ടിയിടാണ്ട് അപ്പൊ കഴുകി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സിങ്കും ക്ലീൻ ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അഴുക്കാവുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഒത്തിരി ചീത്തയാവാൻ നിൽക്കാണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച്, ഇപ്പൊ ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 2-3 ദിവസം കൂടുമ്പോഴോ സമയത്തിന്റെ അനുസരിച്ച് മുഷിയുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ബേസിന്റെ സിങ്കിന്റെ ഉള്ളും അതുപോലെ തന്നെ ഭിത്തിയും പൈപ്പും അങ്ങനെ എല്ലായിടവും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിനെ നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ഇതുപോലുള്ളൊരു മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.